ബാഴ്സലോണ അൽ അഹ്ലി മാച്ച് കണ്ടു, ജോൻ ഗാംബ ട്രോഫി. എനിക്ക് അങ്ങനെ പ്രോപ്പർലി ഒരു അനാലിസിസ് അതിൽ പറയാനില്ല, എന്താണെന്ന് എനിക്കറിയില്ല. ഓൾസോ ഇറ്റ്സ് ബാഴ്സലോണ അൽ അഹ്ലി വൺ ആൻഡ് ട്രോഫി ബാക്ക് ടു ഹോം. ജോൻ ഗാംബർ സ്റ്റിൽ ട്രോഫി ഹാപ്പിയാണ്. ജോൻ ഗാംബർ ആരാന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം, അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. സോ ഈ ഒരു മാച്ചിനെ പറ്റിയൊരു അനാലിസിസ് അല്ല, ഈ മാച്ചിനെ പറ്റിയല്ല ഞാൻ പറയാൻ പോകുന്നത്. ഒരു 4 പേര് പറയാം: അൽവാരോ കോർട്ടെ, ബ്രയാൻ ഫെർനാസ്, ഒറിയൻ ഗോറൻ, ജോഡി പെസ്ക്വയർ. ഇതിൽ ഒറിയൻ ഗോറനും ജോഡി പെസ്ക്വയറും ലാമാസിയിൽ നിന്ന് വന്നതാണ്. അൽവാരോ കോർട്ടെ റിയൽ സറസോഗയിൽ നിന്നും പിന്നെ ആരാ ബ്രയാൻ ഫെർനാസ് വിയറയിൽ നിന്നും വന്നതാണ്. ദർ ആക്ച്വലി ബിലോ 21 മിക്ക ആൾക്കാരും. എവിടെ നിന്നാണ് ഇങ്ങനെ കുറേ പിള്ളേരെ കൊണ്ടുവരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. കുറേ പിള്ളേരെ കൊണ്ടുവന്ന് നമ്മൾ കളിപ്പിക്കുന്നുണ്ട്, അവന്മാരാണെങ്കിൽ നല്ല കളിയുണ്ട്. ഫൈൻ, ഫസ്റ്റ് മാച്ചിൻ്റെ ഒരു ടെംപ്ടേഷനും അതൊക്കെ ഉണ്ട്, മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഓൾസോ ജെസേ കിവിസു കഴിഞ്ഞ മാച്ചിൽ അവൻ ബ്രേസ് അടിച്ച് 80-ാം മിനിറ്റിൽ കയറിയിട്ട് കളി കഴിഞ്ഞപ്പോൾ 2 ഗോൾ അവൻ്റെ ഭാഗത്തുനിന്ന്. ഏതാ പോയിട്ടോ? അക്കാഡമിയിൽ നിന്നാണോ അതോ പുറത്തുനിന്നാണോ? പ്ലേയേഴ്സ് കളിക്കും നമുക്ക്. ഇനി കുറച്ച് കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ, കുറേ പേര് ചോദിക്കുന്നു ക്യാൻസലോനെ രജിസ്റ്റർ ചെയ്തില്ലേ, എന്താ സംഭവം എന്ന് ചോദിച്ചുകൊണ്ട്. ക്യാൻസലോനെ പ്രസൻറ്റ് ചെയ്തില്ല. റോഡ്രിയെ പ്രസൻറ്റ് ചെയ്തു, ഗോർഡനെ പ്രസൻറ്റ് ചെയ്തു, അഡാമിയെ പ്രസൻറ്റ് ചെയ്തു, അങ്ങനെ ബാക്കി എല്ലാ ആൾക്കാരും പ്രസൻറ്റ് ചെയ്ത സമയത്ത് ക്യാൻസലോനെ പ്രസൻറ്റ് ചെയ്തില്ല. വൈ? ചെറിയൊരു രജിസ്ട്രേഷൻ ഇഷ്യൂ ഉണ്ട് ബിറ്റ്വീൻ ബാസ ആൻഡ് അൽ ഹിലാൽ. സോ അത് പെട്ടെന്ന് തന്നെ സോർട്ട് ഔട്ട് ചെയ്ത് പുള്ളി ഇവിടെ ഉണ്ട്, പേടിക്കണ്ട, ഹീസ് ഹിയർ. ചില ആൾക്കാർ ഇപ്പോഴും പറയുന്നത് നമ്മൾ ക്യാൻസലോനെ അങ്ങ് അവോയ്ഡ് ചെയ്തതല്ല, നമ്മൾ ക്ലബിന് പണ്ട് മുതലേ ഉള്ളതാണ് ഈ രജിസ്ട്രേഷൻ ഇഷ്യൂസ്. സോ അതുകൊണ്ടാണ്, വേറെ ഇഷ്യൂസൊന്നുമില്ല. പിന്നെ ഫ്ലിക്കിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, അതായത് പ്രോപ്പർലി ബാസയെ പറ്റി. ഈ സീസൺ തുടങ്ങുന്നതിന് വേണ്ടി ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ നമ്മളൊരു സെൻറ്റർ ഫോർവേഡിനെ സൈൻ ചെയ്യും, ഒരു CB സൈൻ ചെയ്യും. നമ്മൾ സൈൻ ചെയ്യാത്ത 2 പൊസിഷൻ ഇപ്പോൾ അതാ. ചന്ന പിന്നെ വിങ്ങേഴ്സിനെ വാങ്ങിച്ചിട്ടുണ്ട്, ഒരു വേൾഡ് ക്ലാസ് മിഡ്ഫീൽഡറിനെ വാങ്ങിച്ചിട്ടുണ്ട്. പെഡ്രിഗോ വേണ്ട. അപ്പോൾ എനിക്ക് അത് പറയാനുള്ളതെന്ന് വെച്ചാൽ, യൂറോപ്പിൽ ഇപ്പോൾ ഏറ്റവും വൃത്തികെട്ട അന്യായ ഹൈലൈൻ കളിക്കുന്ന ടീം നമ്മളാണ്. അമ്മാതിരി ഹൈലൈൻ ബാസയുടെ കരിയറിൽ കളിച്ചിട്ടില്ല. അതുകൊണ്ട് എന്താ, കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഗോൾ കൺസീഡ് ചെയ്തത് നമ്മളാണ്, കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചത് നമ്മളാണ്. ഫ്ലിക്ക് ബയണിലുണ്ടായിരുന്ന അതേ ഒരു ഫ്ലിക്ക് ബയണിലുണ്ടായിരുന്ന സമയത്തുള്ള അതേ ഒരു സ്റ്റൈൽ യൂസ് ചെയ്യുക. അതായത് ഡിഫൻസിൽ ആരെ കൊണ്ടിട്ട് കഴിഞ്ഞാലും പൊട്ടാണോ ഡിഫൻസ് പൊട്ടും. അപ്പോൾ ഒരു ഗോൾ കയറിയാൽ പിന്നെന്താ ചെയ്യുക? തിരിച്ചടിക്കണം. അതുകൊണ്ട് ഒരു ഗോൾ വീണ് കഴിഞ്ഞാലും ഫ്രണ്ടിൽ 3 പേര് നിർത്തിയിട്ടുണ്ട്. അവന്മാർ തളർന്നു കഴിഞ്ഞാലോ സബിൽ അടുത്ത 3 ഫ്രഷ് ലെഗ്സ് അടി 1 അടിച്ചാൽ തിരിച്ച് 3 അടിക്കാനുള്ള ആൾക്കാർ ഫ്രണ്ടിൽ നിർത്തിയിട്ടുണ്ട്. ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ.